അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അടിപൊളി സൗണ്ടാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് കേൾപ്പിച്ച് തരാം. ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പോൾ കറൻറ്റ്ലി 10,000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്രിലിയയുടെ ഷോറൂമിലാണ്. അപ്രിലിയയുടെ Tuano 457 എന്നുള്ള ബൈക്ക് ജസ്റ്റ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ബൈക്കിൻ്റെ റിവ്യൂ എടുക്കാനായിട്ടാണ്, ഒരു വാക്ക് അറൗണ്ട് റിവ്യൂ എടുക്കാനാണ് നമ്മൾ ഈ ഒരു ഷോറൂമിൽ വന്നിരിക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനലെടുത്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഗൈസ്, ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ലുക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ബൾക്കി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. DRLs ഒക്കെ നമുക്കിതാ ഇവിടെ ഈ ഒരു രീതിയിൽ വരുന്നുണ്ട്. കീ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് DRL ഈ ഒരു രീതിയിലാണ് DRL സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് ഗൈസ്. ഫ്രണ്ടിൽ നമുക്ക് ബി എറൈസർ എന്ന് പറയുന്ന ഒരു ടാഗും കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് പിന്നീട് വന്നിട്ട് ഈ ഒരു സസ്പെൻഷൻ വന്നിട്ട് 41mm USD ഫോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. ബൈക്കിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വന്നിട്ട് നമുക്ക് സൈഡിൽ ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്രിലിയയുടെ ബാഡ്ജിങ് ഉണ്ട്, ടുവാനോയുടെ ബാഡ്ജിങ് ഉണ്ട്. ഒരു ബൈക്കിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഇതാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഫ്രെയിം വന്നിട്ട് നമുക്കൊരു അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു അലുമിനിയം ഫ്രെയിമാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഒരു എഞ്ചിൻ സ്പെക്കിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേനും ഒരു 457cc പാരലൽ ട്വിൻ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പവർ ഫിഗേഴ്സിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുമ്പോഴത്തേനും 47.6 bhp പവർ, 43.5 Nm ടോർക്കുമാണ് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ ഒരു എഞ്ചിൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പവർ ഫിഗേഴ്സ്, നല്ലൊരു എഞ്ചിൻ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കാനായിട്ട് കാണാൻ പറ്റും. ബൈക്കിൽ കയറി ഇരുന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എനിക്ക് ഈ ഒരു ബൈക്ക് വന്നിട്ടൊരു ഫ്ലാറ്റ് ഫുട്ടാണ്. എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റാണ് വരുന്നത്. 800mm സീറ്റ് ഹൈറ്റാണ് ഈ ഒരു ബൈക്കിന് വരുന്നത്. ബാക്കി കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറയുമ്പം ഇതാണ് നമുക്ക് കിട്ടുന്നൊരു വ്യൂ. അത്യാവശ്യം കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് കുറച്ച് ലീൻ ചെയ്യണം, എന്നാലും അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വരുന്നത്. ടാങ്കിൻ്റെ ഈ ഒരു സൈഡ് എടുത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ബൾക്കി ഫീൽ തോന്നുന്നുണ്ട്. പക്ഷേ ഒട്ടും ഒരു വൃത്തിയുടെ ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ടാങ്ക് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് അപ്രിലിയയുടെ ബാഡ്ജിങ് കാണാൻ പറ്റും. പിന്നെ ഇവിടെയും ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അപ്പം കീ സെറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ടാങ്കിനോട് ചേർന്നാണ് കീ വന്നിരിക്കുന്നത്. അത് ഓൺ ആക്കുമ്പോഴത്തേനും അപ്രിലിയയുടെ ബാഡ്ജിങ്ങോടുകൂടി മീറ്റർ ഓൺ ആവുന്ന കാണാൻ പറ്റും. ബി എ റേസർ എന്നുള്ളൊരു ടാഗ് നമുക്ക് കാണാൻ പറ്റി. ഒരു 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഇവിടെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു നോർമൽ സ്റ്റാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇതിൽ നമ്മൾ ഹാൻഡിലോട്ട് കൈ വയ്ക്കുമ്പോഴത്തേന് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് വരുന്നു, എന്നാലും നമുക്കൊരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് വരുന്നത്. ഇതിപ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് മേളിലോട്ട് ഇതിൻ്റെ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ എത്തിക്കാൻ പറ്റും. പിന്നെ ബാക്കി സ്വിച്ചസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നോർമൽ ബേസിക് സ്വിച്ചസാണ്. നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് ഇതിൽ വരുന്നുണ്ട്. ബാക്കി അല്ലാതെ എടുത്തെങ്കിൽ ഓവറോളായിട്ട് നല്ലൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഈ ഒരു 800mm സീറ്റ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഫ്ലാറ്റ് ഫുട്ടാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ബാക്കി ഇരിക്കാനൊക്കെ ഉള്ളൊരു ഫീൽ ആയിരുന്നാലും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ലുക്ക് ആയിരുന്നാലും ഒരു സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളിന്, ഒരു നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളിന് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബൈക്കിൽ കമ്പനി പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു ഫീൽ തന്നെയാണ് നമുക്ക് കയറിയിരിക്കുന്ന സമയത്തും ഈ ഒരു ബൈക്കിൽ നിന്ന് കിട്ടുന്നത്. സോ ഗൈസ്, മീറ്റർ കൺസോളിലോട്ട് പോകണമെങ്കിൽ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോളിൻ്റെ ഒരു ഫസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഓഡോമീറ്റർ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഫ്യൂലിൻ്റെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ സൈഡിൽ വന്നിട്ട് നമുക്ക് ന്യൂട്രൽ ആണോ അല്ലേ എന്നറിയാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. എഞ്ചിൻ കോഷൻ ഇൻഡിക്കേഷനും പിന്നെ ABSൻ്റെ ഇൻഡിക്കേഷനും നമുക്കിത് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് നമുക്ക് ഇതിൽ മോഡ് മാറ്റാനായിട്ട് ഉപയോഗിക്കുന്ന സ്വിച്ച് ഇവിടെയാണ് വരുന്നത്. ഇതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും അവിടെ മോഡ് മാറും. ഇപ്പോൾ എക്കോ മോഡായി. അടുത്ത് നമുക്ക് റെയിൻ മോഡ് എന്ന് പറയുന്ന 3 മോഡുണ്ട്. അത് മാത്രമല്ല നമുക്ക് 3 ലെവൽ ട്രാക്ഷൻ കൺട്രോളും ഈ ഒരു 3 ലെവൽ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഈ ഒരു ബൈക്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഈ ഒരു മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ABS ഡിസേബിൾഡ് ആയി. അപ്പം അതേപോലെ തന്നെ അവിടെ ലോങ് പ്രസ് തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ABS തിരിച്ച് വീണ്ടും ആയി. അതിനുശേഷം നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിലും സെയിം ഈ ഒരു സ്വിച്ച് വന്നിട്ട് നമുക്ക് ഈ ഒരു സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളും നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത് നമുക്ക് എടുത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബൈക്കിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്വിച്ചാണ്. ട്രിപ്പ്, മാക്സിമം സ്പീഡ് പോയിട്ടുള്ള ഫ്യൂൽ കൺസംഷൻ, ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ 2 ബാറും വന്നിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഇത് എപ്പോഴും മാറത്തില്ല. അടുത്ത് നമുക്ക് ഇവിടെ വന്നിട്ട് ബൈക്കിൻ്റെ ഇൻഫർമേഷനാണ് വരുന്നത്. സർവീസ് ഇൻഡിക്കേഷൻ, പിന്നെ ബൈക്കിൻ്റെ എത്രയാണ് ടെമ്പറേച്ചർ എന്നുള്ളത്, പിന്നെ ബാറ്ററി ഹെൽത്ത് വന്നിട്ട് 11 താഴെയും പോകാതിരിക്കുക.
12 എന്ന് പറയുന്ന ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് ഫോണിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നമ്മുടെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. വിൻഡോയിലോട്ട് പോകുമ്പോഴത്തേനും കേസ് ഇതാണ് നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനുള്ളൊരു ഒരു സെക്ഷൻ. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് iOS-ഉം ആൻഡ്രോയിഡും നമുക്കിതിൽ ചെയ്യാനായിട്ട് പറ്റും. ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഈ ഒരു ബൈക്കിനകത്തുള്ള മീറ്റർ കൺസോളിൽ നമുക്ക് പ്ലേ ചെയ്യാനും പറ്റും. അടുത്ത വിൻഡോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്തിട്ട് ഇൻകമിംഗ് കോൾ, നമുക്ക് മിസ് കോൾ ആയിരുന്നാലും എന്ത് മെസ്സേജസ് ആയിരുന്നാലും ഈ ഒരു ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോയിൽ കാണാൻ പറ്റും. അടുത്ത വിൻഡോ എന്ന് പറയുമ്പോഴത്തേനും ടേൺ ബൈ ടേൺ നാവിഗേഷനാണ്. നമ്മുടെ RS457 എന്ന് എടുത്ത് നോക്കുമ്പോഴത്തേനും ആകെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേനും മീറ്റർ കൺസോളിൽ ഈ ഒരു അപ്ഡേറ്റ് ആണ്. പുതിയൊരു വിൻഡോ തന്നെ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷന് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി കണക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏതാണോ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് മീറ്റർ കൺസോളിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്. മെയിൻ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേനും ഈ പറയുന്ന കണക്ക് നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും, ഓൺ ആക്കാനും പറ്റും. അപ്പം നമുക്ക് ട്രാക്ഷനും ABS-ഉം ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മീറ്റർ കൺസോളിനകത്ത് ട്രാക്ഷനും ABS-ഉം ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ മീറ്റർ കൺസോളിനകത്ത് ബേസിക്കലി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സീറ്റിങ്ങിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കണമെങ്കിൽ സീറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സീറ്റ് തന്നെയാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പില്ലിയൻ സീറ്റിൻ്റെ കംഫർട്ട് വന്നിട്ട് നമുക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സീറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇതൊരു ആ ഒരു രീതിയിലുള്ളൊരു ബൈക്കാണ്. നമുക്ക് ബാക്കിൽ പില്ലിയൻ സീറ്റ് വന്നിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ കുറവായിരിക്കും. പിന്നെ ഇവിടെ നമുക്കൊരു പില്ലിയൻ ഗ്രാബ് റെയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്രാബ് റെയിലാണ്. ചുമ്മാ പിടിച്ചാലൊന്നും ഇറങ്ങി വരത്തില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഗ്രാബ് റെയിലാണ് അതിന് വരുന്നത്. അപ്പർ സൈഡും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിൽ നമുക്ക് എടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ റെയർ മോണോഷോക്ക്. ഈ ഒരു മോണോഷോക്ക് വന്നിട്ട് നമുക്കൊരു പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മോണോഷോക്കാണ് വരുന്നത്. കണ്ടില്ല, പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു മോണോഷോക്കാണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് 320 mm ഡിസ്ക്കാണ് വരുന്നത്. ബാക്കിൽ വന്നിട്ട് 220 mm ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. നമുക്കൊരു ഡിസ്ക് കാണിച്ചു തരാം. ഡ്യുവൽ ചാനൽ ABS-ഉം കാര്യങ്ങളൊക്കെയും ഈ ഒരു ബൈക്കിൽ വരുന്നുണ്ട്. ബാക്കിലത്തേതും വന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കാലിപ്പേഴ്സാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു കാലിപ്പറും കാര്യങ്ങളൊക്കെ ഈ ബൈക്കിൽ വരുന്നുണ്ട്. പിന്നെ ബാക്ക് ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു M ഷേപ്പിലുള്ള നമ്മുടെ RS457 വരുന്ന രീതിയിലുള്ള ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ടെയിൽ സെക്ഷനാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പിന്നെ ഈ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 457 എന്ന് പറയുന്ന ബാഡ്ജിങ് ഓവറോൾ ആയിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ബൈക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പറ്റിയാലും എടുക്കണമെന്നുണ്ട്. അടുത്ത് ഞാൻ എന്തായാലും ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ബിക്കോസ് ഇങ്ങനെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. അടിപൊളി സൗണ്ടാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ എക്സോസ്റ്റ് വരുന്നത്. ഒരു അണ്ടർബെല്ലി കൈൻഡ് ഓഫ് എക്സോസ്റ്റ് ആണ്. അത്യാവശ്യം നിങ്ങൾ സൗണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ കേട്ടല്ലോ, സൗണ്ട് മാരക സൗണ്ടുള്ളൊരു മെഷീനാണ്. അടിപൊളി സൗണ്ട് തന്നെയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ബൈക്കിൻ്റെ സ്വിംഗ് ആം ഒരു അലുമിനിയം സ്വിംഗ് ആമാണ് ഗൈസ് ഈ ഒരു ബൈക്കിന് വരുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വിംഗ് ആമിൽ നമുക്ക് കാല് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതാ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനങ്ങൾ ഫൈബറിൽ അത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സോസിൻ്റെ സൈഡൊക്കെ വരുന്നത്. എഞ്ചിനിൽ നമുക്ക് അപ്രിലയുടെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നതെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി 10,000 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൈക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം കറൻ്റ്ലി 10-ാം തീയതി തൊട്ട് മാത്രമാണ് ട്രിവാൻഡ്രത്ത് ഈ ഒരു ബൈക്ക് കൊടുത്തു തുടങ്ങുന്നത്, സെയിൽ ചെയ്ത് തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. 10,000 രൂപ കൊടുത്ത് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ബൈക്കിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഏകദേശം 4,80,000 രൂപയാണ് ട്രിവാൻഡ്രത്ത് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് ഏകദേശം 5,18,000 രൂപയാണ് ട്രിവാൻഡ്രത്ത് ഇപ്പം ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ ബേസിക്കായിട്ട് പറയാനുള്ളത്. പിന്നെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ കൂളൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഈ ഒരു സെക്ഷനിലാണ് കൂളൻറ്റ് വരുന്നത്. അതിലൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്.
ഗൈസ്, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു ബൈക്കിനെ പറ്റി ബേസിക്കായിട്ട് പറയാനായിട്ടുള്ളത്. അടുത്ത് ഇനി ഈ ഒരു ബൈക്ക് നമുക്ക് ഓട്ടിക്കാൻ കിട്ടുമ്പോഴത്തേനും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആകുമ്പോഴത്തേനും ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടുവാനോ 457 പറ്റി പറയാനായിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോയിലാണ്. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.